ഹലോ ഗായ്സ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബസ് സിമുലേറ്റർ കേരളയുടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും നമ്മുടെ ഗെയിം iOS-ൽ അവൈലബിൾ ആണ്. അപ്പോൾ മോഡ് ആഡ് ആക്കാനുള്ള ഫ്യൂച്ചർ അവൈലബിൾ ആണ്. ആൻഡ് ആൻഡ്രോയിഡിൽ നമുക്ക് BSK കമ്പാനിയൻ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആപ്പ് വഴി നമുക്ക് മോഡ് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് iOS-ൽ ഇതുവരെ ആപ്പ് അവൈലബിൾ ആയിട്ടില്ല. ഒരു മോഡ് എന്തോ റിലീസ് ആയിട്ടുണ്ട്, ഒരു BMR മോഡ് റിലീസ് ആയിട്ടുണ്ട്. ഡ്യൂട്ട് മോഡ്സ് 5T എന്നുള്ള യൂട്യൂബ് ചാനലിലാണ് അത് റിലീസായിരിക്കുന്നത്. അപ്പം ആ മോഡിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം. അവരുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മോഡിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൻ്റെ പാസ്വേഡ് ആ വീഡിയോയിലുണ്ട്. ഇപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടുന്നതായിരിക്കും. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്യൂട്ട് മോഡ്സ് 5T എന്നാണ് ആ ചാനലിൻ്റെ നെയിം, മോഡ് റിലീസ് ആയിരിക്കുന്ന ചാനലിൻ്റെ നെയിം. അപ്പം ഇതാണ് ആ ചാനൽ. ഞാൻ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് ആ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഐ ബട്ടൺ ഇവിടെ ടോപ്പിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ഐ ബട്ടണിൽ പാസ്വേഡ് ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ പാസ്വേഡ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അവരുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ ലിങ്ക് വഴിയാണ് നമ്മുടെ ഇത് മോഡ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഷെയർ മോഡ്സ് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് ക്രോമിൽ എടുത്ത് ഷെയർ മോഡ്സ് ഓപ്പൺ ആവും. ആൻഡ് ഇവിടെ വെയിറ്റിംഗ് 4 seconds എന്ന് കാണിക്കും. ആഡ്സ് വരും. അപ്പോൾ ഇവിടെ ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതിലൊന്ന് ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും. അപ്പോൾ ഒന്ന് ഇതാക്കിയിട്ട് ഡൗൺലോഡ് കൊടുക്കണം. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഒരു ആഡ് വരും. അപ്പോൾ ജസ്റ്റ് ബാക്ക് അടിക്കണം, വീണ്ടും ഡൗൺലോഡ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ iOS ഗ്രാൻഡ് BMR BSK V1 RAR എന്ന് പറഞ്ഞൊരു സംഭവം ഡൗൺലോഡ് ആവും. അത് നമുക്ക് ഫയൽസിലോട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡൗൺലോഡായി. ഹോമിൽ നിന്ന് നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് പോയിട്ട് ഈ ഒരു ഫയൽ നമ്മൾ അൺസിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് നമുക്ക് ആപ്പ് സ്റ്റോർ ചെന്നിട്ട് സിപ്പ് RAR 7Z ഫയൽ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിനെ എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതെടുത്ത് അത് ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ബട്ടൺ കൊടുത്തതിന് ശേഷം ഫയൽസ് ഓർ iCloud ഡ്രൈവ് അത് സെലക്ട് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ കണ്ടുപിടിക്കണം. ബ്രൗസ് കൊടുത്ത് ഡൗൺലോഡ്സിൽ ആ ക്രോമിൽ ഇതാ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ iOS ഗ്രാൻഡ് BMR BSK V1 RAR അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിവിടെ ആഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് ചോദിക്കും, എക്സ്ട്രാക്ട് ചെയ്യട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെ, എക്സ്ട്രാക്ട് കൊടുക്കണം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാൻ നേരത്തെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ പാസ്വേഡ് നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയിലുണ്ട് പാസ്വേഡ്. അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ പാസ്വേഡ് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്ത് ഇവിടെ നമ്മുടെ ഫയൽ എക്സ്ട്രാക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് iOS ഗ്രാൻഡ് BMR BSK V1.bsk എന്ന് പറഞ്ഞൊരു ഫയൽ ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്ത് ഷെയർ കൊടുത്തതിന് ശേഷം സേവ് ടു ഫയൽസ് കൊടുത്ത് നമുക്ക് ക്രോമിൽ തന്നെ സേവ് ചെയ്ത് വയ്ക്കാം. കീബോർഡ് കൊടുത്ത് രണ്ടും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ബസ് സിമുലേറ്റർ കേരള ആപ്പ് ഗെയിമിലോട്ട് കയറണം. ഓക്കെ, അപ്പോൾ ബാക്കി എന്താണുള്ളതെന്ന് ഞാൻ ഗെയിമിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് കയറണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ മോഡ് ആഡ് ചെയ്യും പോലെ കസ്റ്റമൈസിൽ ഇവിടെ മോഡ് പ്ലെയർ ട്രാഫിക് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ BMR എന്ന് പറയുന്നത് പ്ലെയർ മോഡാണ്. അപ്പോൾ പ്ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ആ പ്ലെയർ എടുക്കണം. അതിനുശേഷം ഇവിടെ ആഡ് ന്യൂ മോഡ് എന്നൊരു സംഭവമുണ്ട്, അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇതാ കിടപ്പുണ്ട് iOS ഗ്രാൻഡ് BMR BSK V1. അത് നമ്മൾ സെലക്ട് ആക്കുമ്പോൾ ലോഡിങ് ഐക്കൺ വരും. അത് അവിടെ ആഡ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഗരാജിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത മോഡ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഒരു ജസ്റ്റ് എന്തോ ഒരു ഇഷ്യൂ വന്നതാണ്, ഒരു ലോഡിങ് ഇഷ്യൂ.
നമുക്ക് ജസ്റ്റ് ഒന്ന് ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ഗരാജിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ബട്ടൺ അടിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ബസ് ഇവിടെ നടപ്പുണ്ട്, സെലക്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, iOS-ലായതുകൊണ്ട് തന്നെ പറയണ്ടല്ലോ, നമുക്ക് നല്ല സ്മൂത്തിൽ ഗെയിം കളിക്കാൻ പറ്റും. 60 FPS കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സെറ്റായി കിട്ടും. ഇപ്പോൾ എൻ്റെ 11 Pro Max ആയതുകൊണ്ട്, എൻ്റെ കുറച്ച് ഓൾഡ് മോഡൽ ആയതുകൊണ്ട് ചിലപ്പം ഒരു FPS കുറവ് പോലെ തോന്നും. പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യത്തിനുള്ള FPS നമുക്ക് കിട്ടുന്നതായിരിക്കും. ഫുൾ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. നമ്മുടെ ന്യൂ ബസ് മോഡ് BMR ലൈറ്റ് വർക്ക് എന്താ സ്മൂത്ത്. iOS-ൽ നമുക്ക് നൈസായിട്ട് കളിക്കാൻ പറ്റുന്നതായിരിക്കും. ലൈറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് കിടിലാക്കിയിട്ടുണ്ട് ഗെയിം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എനിക്ക് മെസ്സേജ് അയക്കുക എന്നാണ്. ഞാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ മിന്നൽ. താങ്ക് യു ഗൈസ്. ബൈ ബൈ.